blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. പാഷൻ വീക്ക് എപ്പിസോഡുകളിൽ അവസാനത്തെ എപ്പിസോഡിലേക്ക് ഈ ഗുഡ് ഫ്രൈഡേ ദിവസത്തിൽ നാം വന്നെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമുക്കെല്ലാവർക്കും ചേർന്ന് ആദ്യമേ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർണ്ണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അങ്ങയുടെ നാമത്തിൽ ഈ മോളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വിവാഹത്തിനായും ഭാവി ജീവിതത്തിനായും ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സ്വർണ്ണ. അതുകൂടാതെ ചെന്നൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ ഇളയ മകന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. കൂടാതെ കർത്താവെ തൻ്റെ വിദ്യാഭ്യാസത്തിനായും ഭാവിക്കായും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മറ്റൊരു സ്പോൺസർ സേവ്യർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഇളയ മകൾ സോനയെ കർത്താവെ പ്രത്യേകിച്ച് അങ്ങ് സൗഖ്യമാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ബാബുവിനായും ആനിക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ സുനീഷിനായി തൻ്റെ ഭാര്യ സഞ്ജനയ്ക്കായും പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ സ്പോൺസേഴ്സിനെയും ഞങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് മാർച്ച് 29-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പ്രവേശനം സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഇന്ന് ഗുഡ് ഫ്രൈഡേ സർവീസ് നമ്മുടെ കൊച്ചിയിലെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നടക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നു ചേരാവുന്ന എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ, സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ എല്ലാവരും വരണം. നേരിട്ട് കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വരാൻ കഴിയാത്തവർ നമ്മുടെ മറ്റുള്ള ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് വന്നു ചേരാം. കൊച്ചി ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നടക്കുന്ന പ്രോഗ്രാം ഗുഡ് ഫ്രൈഡേ സർവീസ് അതേസമയം തത്സമയ സംപ്രേഷണത്തിലൂടെ എല്ലാ ബ്ലെസ്സിംഗ് സെൻറ്ററുകളിലും ലഭിക്കുന്നതാണ്. കൂടാതെ ഒരു തരത്തിലും ഒരു ബ്ലെസ്സിംഗ് സെൻറ്ററിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് www.blessingtoday.tv എന്ന വെബ്സൈറ്റിൽ ലൈവ് വെബ്കാസ്റ്റിലൂടെ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശു നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുവാനും അവനെ ഒത്തിരി സ്നേഹിക്കാനും ഇന്ന് യേശുവിന് മുമ്പിൽ സമർപ്പിക്കാനൊക്കെ ഈ ഗുഡ് ഫ്രൈഡേ സർവീസിലൂടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പാഷൻ വീക്കിൽ ഉടനീളം നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന സന്ദേശം The 7 exchanges on the cross of Calvary. കാൽവരി ക്രൂശിലെ 7 കൈമാറ്റങ്ങൾ. ഇന്ന് ലോകം എമ്പാടും ഒരു ഇൻ്റർനാഷണൽ ഹോളിഡേ ആയിരിക്കുമ്പോൾ തന്നെ
ഒത്തിരി പേർ ഈ ഗുഡ് ഫ്രൈഡേ, ചിലർ മലയാളത്തിലാണെങ്കിൽ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത്, ഒത്തിരി പേർ ദുഃഖിക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മളതിനെ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത്. തീർച്ചയായും അതൊരു നല്ല വെള്ളിയാഴ്ചയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലർ പറയും മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം. അതൊരു ഭയങ്കര ദിവസമാണ്. അതിൽ ചിലർ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷെ വേൾഡ് വാർ 1, വേൾഡ് വാർ 2 ഒക്കെ ആരംഭിച്ച ദിവസമോ അവസാനിച്ച ദിവസമോ ആയിരിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസമായിരിക്കുമോ? നോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് ചുമ്മാ വരിക മാത്രമല്ല, നമുക്ക് വേണ്ടി നമ്മുടെ ലൈഫിൽ ഏറ്റവും മോശമായതെല്ലാം താൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച ആ സംഭവം, ആ ദിവസം യേശു മരിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു മരിച്ച ആ സമയത്ത് പർവ്വതങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. മാത്രമല്ല അതിഭയങ്കരമായ ഒരു ഇരുള് അവിടെ മുഴുവനും ഉണ്ടായി. എന്ന് വെച്ചാൽ സൂര്യന് അത് കാണാൻ കഴിഞ്ഞില്ല, ചന്ദ്രന് അത് കാണാൻ കഴിഞ്ഞില്ല. ഭൂമി മുഴുവൻ ഞെട്ടിവിറച്ച ഒരു ദിവസമായിരുന്നു. എന്ന് വെച്ചാൽ അതിഭയങ്കരമായ ഭൂകമ്പങ്ങൾ യേശു മരിച്ച ആ സമയത്ത് ഉണ്ടായി. പ്രപഞ്ചം മുഴുവൻ ഞെട്ടിവിറച്ച ഒരു സമയമായിരുന്നു യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആ സമയം. പ്രപഞ്ചത്തിന് സ്രഷ്ടാവ് ആ ക്രൂശിൽ തൂങ്ങി മരിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. പ്രപഞ്ചം മുഴുവൻ ഞെട്ടിവിറച്ചു. ദേവാലയത്തിനകത്തുള്ള തിരശീല മുകളിൽ നിന്ന് താഴേക്ക് 2ആയി പറഞ്ഞു കീറിപ്പോയി. അതിഭയങ്കരമായിരുന്നു യേശുവിൻ്റെ മരണത്തിൻ്റെ ആ സമയം. പ്രകൃതി മുഴുവൻ ക്ഷോഭിച്ചു. കല്ലറകൾ തുറന്ന് പല വിശുദ്ധന്മാരും പുറത്തേക്ക് വന്ന് പലർക്കും ആ ദൈവനഗരത്തിൽ പലർക്കും പ്രത്യക്ഷരായി. അസാധാരണമായ സംഭവങ്ങൾ, അസാധാരണമായ പ്രകൃതിക്ഷോഭം എല്ലാം യേശുവിൻ്റെ മരണത്തിൽ ഉണ്ടായി. ആരെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും മരിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? അവിടെയുള്ളവരറിഞ്ഞു, ആ ന്യൂസ് എല്ലായിടത്തും അറിഞ്ഞു, SMS അയച്ചു, വിളിച്ചു പറഞ്ഞു, പത്രങ്ങളിൽ വന്നു, മാധ്യമങ്ങളിൽ വന്നു, ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ യേശു മരിച്ച സമയത്ത് ആരും SMS അയക്കുന്നില്ല, ആരും ഇമെയിൽ അയക്കുന്നില്ല, ആരും പത്രത്തിൽ കൊടുക്കുന്നില്ല, ആരും മാധ്യമങ്ങളിൽ കൊടുത്തില്ല, ഇതൊന്നും അന്നില്ല. എന്നാൽ പ്രപഞ്ചത്തെ മുഴുവൻ വിറപ്പിച്ച ഒരു സംഭവമായിരുന്നു യേശുവിൻ്റെ ക്രൂശ് മരണം. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, യേശു മരിച്ചപ്പോൾ ആത്മീയ ലോകം മുഴുവൻ വിറച്ചു. പൈശാചിക ശക്തികൾ ഞെട്ടിവിറച്ചു. മനുഷ്യർ മുഴുവൻ ഭയന്നുപോയി. അതുപോലൊരു ദിവസം മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ യേശു നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവൻ ഒരു ബലിയായി കാൽവരി എന്ന ആ മലമുകളിൽ യാഗപീഠമാക്കിക്കൊണ്ട് തൻ്റെ സ്വന്തം ജീവനെ ഒരു സുഗ്രാഹ്യമായ ഒരു നല്ല യാഗമായി, സ്നേഹത്തിൻ്റെ യാഗമായി, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ പാപത്തിൻ്റെ മോചനത്തിനായി അവൻ തൻ്റെ ജീവിതം നമുക്ക് വേണ്ടി നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അങ്ങനെ ക്രൂശിൽ യേശു മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്ത് പകരം അവൻ്റെ വിശുദ്ധിയെ അവൻ നമുക്ക് തന്നു. നമ്മുടെ രോഗങ്ങളെ അവൻ ഏറ്റെടുത്ത്, പ്രത്യേകിച്ച് തൻ്റെ അടിപ്പിണരുകളാൽ, തൻ്റെ പുറത്തേറ്റ അടിപ്പിണരുകളാൽ, സ്ട്രൈപ്സ് കൊണ്ട്, ചാട്ടവാർ അടികളാൽ നമ്മുടെ രോഗങ്ങളെ അവൻ ഏറ്റെടുത്ത് പകരം അവൻ്റെ രോഗസൗഖ്യത്തെ അവൻ നമുക്ക് ഓഫർ ചെയ്യുക. നമ്മുടെ എല്ലാ ശാപങ്ങളെയും അവൻ ഏറ്റെടുത്ത് അവൻ്റെ അനുഗ്രഹം പകരം നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ നൽകുകയാണ്. തീരുന്നില്ല. നമ്മുടെ എല്ലാ അപമാനവും അവൻ ഏറ്റെടുത്ത് അവൻ്റെ മഹിമ നമുക്ക് നൽകുകയാണ്. തീരുന്നില്ല.
നമ്മുടെ ദാരിദ്ര്യത്തെ അവൻ ഏറ്റെടുത്ത് അവൻ്റെ സമ്പന്നത അവൻ നമുക്ക് നൽകുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് വിവരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആറാമതായി, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്, ആറാമതായി നമുക്ക് ചെയ്യാവുന്നത്, യു ക്യാൻ ഗിവ് യുവർ റിജക്ഷൻസ് ടു ഗോഡ് ജീസസ് ആൻഡ് റിസീവ് ഹിസ് ആക്സെപ്റ്റൻസ്. നമ്മുടെ തിരസ്കരണങ്ങൾ, മറ്റുള്ളവർ നമ്മെ തള്ളിക്കളഞ്ഞ ആ തിരസ്കരണങ്ങൾ എല്ലാം കൂടെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ദൈവിക സ്വീകാര്യത നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ 46-50 വാക്യങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശു കർത്താവ് തൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഏലി ഏലി ലമാ ശബക്താനി, അല്ലെങ്കിൽ മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ. യേശുവിനെ ദൈവം തള്ളിക്കളഞ്ഞു. ക്രൂശിൽ വെച്ച് ജീസസ് വാസ് റിജക്റ്റഡ് ബൈ ദ ഫാദർ. എന്തിനു വേണ്ടിയെന്നറിയാമോ? നമ്മെ തൻ്റെ പുത്രനിൽ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി. ഏഷ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. നാമോ ദൈവം അവനെ തള്ളിക്കളഞ്ഞു എന്ന് വിചാരിച്ചു. ദൈവം അവനെ തള്ളിക്കളഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ അവനെ തള്ളിക്കളഞ്ഞു. അവൻ്റെ സ്വന്തം ജനം അവനെ തള്ളിക്കളഞ്ഞു. അവൻ്റെ സ്വന്തം ഭവനക്കാർ, വീട്ടുകാർ അവനെ തള്ളിക്കളഞ്ഞു. എല്ലാവരാലും തള്ളപ്പെട്ടവനായി യേശു തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ, സ്വന്തം ഭർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? സ്വന്തം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടൊരു സ്ത്രീയാണോ നിങ്ങൾ? അല്ലെങ്കിൽ സ്വന്തം ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭർത്താവാണോ നിങ്ങൾ? സ്വന്തം മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞ മകനോ മകളോ ആണോ നിങ്ങൾ? സ്നേഹിതന്മാരാൽ തള്ളിക്കളയപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ? ആരെങ്കിലുമൊക്കെ നിങ്ങളെ എടുത്ത് ദൂരെ എറിഞ്ഞെങ്കിൽ, ആരെങ്കിലുമൊക്കെ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയെങ്കിൽ, ആരെങ്കിലുമൊക്കെ നിങ്ങളെ എടുത്തെറിഞ്ഞെങ്കിൽ നിങ്ങൾ ചെന്ന് വീഴുന്നത് ദൈവത്തിൻ്റെ കൈകളിലേക്കാണ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ കൈകൾ അവൻ എപ്പോഴും ഇങ്ങനെ പിടിച്ചിരിക്കുക. ആരെങ്കിലുമൊക്കെ വലിച്ചെറിയുന്നവരെ താഴെ റോഡിലോ നിലത്തോ അല്ല അവർ വന്ന് വീഴുന്നത്. അവർ വീഴുന്നത് ദൈവത്തിൻ്റെ കൈകളിലാണ്. സുരക്ഷിതമായ ദൈവത്തിൻ്റെ കൈകളിൽ വന്നവർ വീഴും. വ്യക്തമായി മനസ്സിലാക്കുക, യേശുവിനെ ദൈവം ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി കൈവെടിഞ്ഞത് നമ്മെ കൈക്കൊള്ളുവാൻ വേണ്ടിയാണ്. ഈ ഗുഡ് ഫ്രൈഡേ ദിവസം എനിക്ക് വളരെ വ്യക്തമായി നിങ്ങളോട് പറയാനുള്ളത്, യേശുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും പിതാവ് സ്വീകരിച്ചിരിക്കുന്നു, കൈക്കൊണ്ടിരിക്കുന്നു. മറന്നുപോകരുത്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം അകത്ത് റിജക്ഷൻ ഫീലിംഗ് ഉള്ള എല്ലാവരും ഇന്ന് മനസ്സിലാക്കണം, ദൈവം നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് നിങ്ങളെ കർത്താവ് സ്വീകരിച്ചിരിക്കുന്നു. ക്രൂശിലെ 7 കൈമാറ്റങ്ങളിൽ അവസാനത്തേത്, 7-ാമത്തേത്, ഗിവ് യുവർ ഡെത്ത് ടു ജീസസ് ആൻഡ് റിസീവ് ഹിസ് ലൈഫ്. യേശുവിലേക്ക് വരുമ്പോൾ, ക്രൂശിലെ യേശുവിലേക്ക് വരുമ്പോൾ നമ്മുടെ മരണം യേശു കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് അവൻ്റെ ജീവനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഇത് തുടങ്ങിയത് പാപത്തിൽ നിന്നാണ്. പാപം, അതുപോലെ രോഗം, ശാപം, നമ്മുടെ അപമാനം, ദാരിദ്ര്യം, അതുപോലെ നമ്മുടെ തിരസ്കരണം, ഇതെല്ലാം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. എന്നാൽ അവസാനത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിലെ നമ്മുടെ അവസാനത്തെ ശത്രു, എനിമി എന്ന് പറയുന്നത് സാത്താനല്ല, പാപമല്ല, രോഗമല്ല, മരണമാണ്. ഒടുവിലത്തെ ശത്രുവായി ഈ മരണം നീങ്ങിപ്പോവും. യേശുവിലാണ് അത് സംഭവിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്.
തുടങ്ങിയത് പാപത്തിലാണ്. അതിൻ്റെ വേജസ്, അതിൻ്റെ ശമ്പളം, അതിന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ യേശുവിൽ പാപത്തിന് പരിഹാരം ഉള്ളതുപോലെ തന്നെ മരണത്തിനും ഒരു പരിഹാരമുണ്ട്. യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമുക്ക് ഈ സമയത്ത് എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിക്കേണ്ടതിന് ദൂതന്മാരേക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണം ആസ്വദിച്ചതുകൊണ്ട് അദ്ദേഹത്തെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. നോക്കൂ, യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. യേശു ആദ്യം നമുക്ക് വേണ്ടി മരിച്ചു. തൻ്റെ പിന്നാലെ വരുന്ന എല്ലാവർക്കും മരണത്തിൽ നിന്നുള്ള മോചനം അഥവാ ഉയിർത്തെഴുന്നേൽപ്പ് നൽകുവാൻ വേണ്ടി തുടർന്ന് വരുന്ന ആ ആഴ്ചയുടെ ആദ്യ നാൾ അഥവാ ഞായറാഴ്ച യേശു കർത്താവ് ഉയിർത്തെഴുന്നേറ്റു. യേശു മരിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിനാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട്. യേശു കർത്താവിലേക്ക് വരുമ്പോൾ ആദം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരുടെയും മരണം യേശുവിലാണ് നീങ്ങിപ്പോകുന്നത്. ഞാൻ നിങ്ങളോട് ഈ ദിവസങ്ങളെല്ലാം ആവർത്തിച്ച് പറഞ്ഞതുപോലെ യേശു കർത്താവിൽ നിന്നും ദൈവത്തിൽ നിന്നും എന്തെങ്കിലും നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസത്താൽ മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയൂ. ഉള്ളിൽ വിശ്വസിക്കുക, ഞാൻ മരിച്ചാലും ജീവിക്കും, ക്രിസ്തുവിൽ എനിക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ട്. ബൈബിൾ പറയുന്നു, ഇന്ന് തിന്മ ചെയ്തവർ തിന്മയ്ക്കായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നന്മ ചെയ്തവർ നിത്യജീവന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. എന്ന് വെച്ചാൽ എന്നും എന്നേക്കും ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ വാഴുവാൻ വേണ്ടി നിത്യജീവൻ്റെ അവകാശികളായി അവർ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അല്ലാത്തവർ നിത്യ ലജ്ജയ്ക്കും നിത്യ ശിക്ഷാവിധിക്കും വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. എബ്രായ ലേഖനം 10:14 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഏക യാഗത്താൽ, ഒരേ ഒരു യാഗത്താൽ, ഒത്തിരി ആവർത്തിച്ചുള്ള യാഗത്താലല്ല, യേശു തൻ്റെ ഏക യാഗത്താൽ അവിടുന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നവരെ എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഇതിനു മുൻപ് ഒത്തിരി യാഗങ്ങൾ നടന്നു. പഴയ നിയമത്തിൽ യഹൂദന്മാർ ലക്ഷക്കണക്കിന് ആടുകളെയും കാളകളെയും കൊന്ന് രക്തം ഒഴുക്കുമായിരുന്നു. എണ്ണിക്കൂടാനാവാത്ത അത്രയും ലിറ്റർ രക്തം പഴയ നിയമത്തിൽ ഒഴുക്കപ്പെട്ടു മൃഗയാഗങ്ങളാൽ. എന്നാൽ അതിനാൽ ഒന്നിനാലും നമ്മുടെ വീണ്ടെടുപ്പ് സാധിക്കുകയോ നമ്മളെ പരിപൂർണരാക്കുകയോ ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ യേശുവിൻ്റെ ഒറ്റ യാഗത്താൽ നമ്മളെ പരിപൂർണരാക്കി അവൻ മാറ്റിയിരിക്കുന്നു. ക്രൂശിൽ യേശു ചെയ്തത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കുകയില്ല, ഇനി ആർക്കും അത് ആവർത്തിക്കാൻ സാധിക്കുകയുമില്ല, ആരും ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായിരിക്കുന്നു. നാം ആകെ ചെയ്യേണ്ടത് വിശ്വസിക്കുക, യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു, യേശു എൻ്റെ ബില്ല് മുഴുവൻ കൊടുത്ത് തീർത്തു കഴിഞ്ഞു, പാപത്തിൻ്റെ കടം മുഴുവൻ യേശു വീട്ടിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ 7 കാര്യങ്ങൾ യേശു കർത്താവ്, 7 കൈമാറ്റങ്ങൾ യേശു കർത്താവിലൂടെ ക്രൂശിൽ നമുക്ക് ലഭിക്കുകയാണ്. അതിലൊന്നും മിസ്സായി പോകരുത്. ഉള്ളിൽ വിശ്വസിക്കുക. തുടർന്ന് നമുക്ക് ഈ സമയത്തൊരു മിറക്കിൾസ് ടുഡേ കാണാം. യേശു കർത്താവ് അന്ന് കാൽവരി ക്രൂശിൽ ചെയ്തതിൻ്റെ റിസൾട്ട് ഇന്നും ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഈ ഗുഡ് ഫ്രൈഡേ ദിവസം കർത്താവ് ഒരത്ഭുതം ചെയ്യും. ഇവിടെ എന്താണ് സംഭവിച്ചത് ഷൈജു?
ഒത്തിരി സാക്ഷ്യങ്ങളുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഒരു കുടുംബം സാക്ഷ്യങ്ങളുടെ ഒരു മാലപ്പടക്കവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവര് അജി വരാപ്പുഴയിൽ നിന്ന് വരുന്നു. ഇവർ 2 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവർക്ക് ചെയ്ത ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് കൈ ഉയർത്തുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഭയങ്കര ബസ്സിലൊക്കെ കയറുമ്പോൾ കൈ ഉയർത്താൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ കയ്യിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കുന്ന പോലെ ഭയങ്കര വേദനയായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഇവിടെ ആരാധനയ്ക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരുന്നപ്പോൾ അത് അറിയാതെ ആ അസുഖങ്ങൾ അങ്ങ് മാറിപ്പോയി. അറിയാതെ മാറിപ്പോയി. രണ്ടാമത്തത് ഇത് അനിതയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ. അവർക്ക് കയ്യില് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അലർജി ഉണ്ടാകുമായിരുന്നു. ചൊറിഞ്ഞ് പൊട്ടി കുരുക്കളായി അത് വെളുത്ത പാടുകളായി മാറുന്ന അലർജി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെയിലത്തിറങ്ങരുത്, വെയിലേൽക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറയും. എങ്കിലും ഭയങ്കര ഇതുണ്ടായിരുന്നു. ഇവിടെ വന്നു ഇവർ പറഞ്ഞൊരു കാര്യം, ബ്ലെസ്സിംഗ് ടുഡേ ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴൊക്കെ അലർജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ അപ്പോഴെല്ലാം ഇവർ കൈ ഉയർത്തി അലർജിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് കർത്താവ് ഇവരെ സൗഖ്യമാക്കി. 6 മാസമായിട്ട് ഈ അലർജി ഇപ്പൊ ഇവിടെ ഇല്ല. 6 മാസമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. വെയിലത്ത് പോകുന്നുണ്ടോ അതോ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ? ഈ 6 മാസമായിട്ട് വെയിലത്ത് പോകുന്നുണ്ട്, പക്ഷെ ചൊറിഞ്ഞ് തടിക്കുന്നില്ല. ചൊറിഞ്ഞ് തടിക്കുന്നില്ല എന്ന് സഹോദരി തന്നെ പറയാം. എത്ര പേർ കൈകൾ ഉയർത്തി? ഒരു അനുഗ്രഹം കൂടി പറയണമെന്ന് അവർ പറയുന്നത്, ഇവരിവിടെ വന്നപ്പോൾ ഒരു സൈക്കിള് പോലും ഇവർക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരിവിടെ വന്നിട്ട് 1 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഇവർക്കൊരു ബൈക്ക് കൊടുത്ത് ദൈവം ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത വർഷം കഴിയുമ്പോ കാറായിരിക്കും. അതുമായിട്ട് അതിന്റെ കീയുമായിട്ട് ഇനി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വരാന്ന് പറഞ്ഞിട്ടുണ്ട് കീ ആയിട്ട്. എത്ര പേർ കൈകൾ നീട്ടി ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക? കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ ഈ കുടുംബം ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്, വരുന്ന ആഴ്ചകളിൽ മാസങ്ങളിൽ അനുഗ്രഹത്തിന്റെ ഇതൊരു തുടക്കം മാത്രം. ഇനിയും അനുഗ്രഹത്തിന്റെ അനേക കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിച്ചതിനായി നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ജനം ചേർന്ന് ഒരു ആമേൻ ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. ഇന്നത്തെ ഗുഡ് ഫ്രൈഡേ സർവീസിൽ വരാതിരിക്കരുത്, മടി പിടിച്ചിരിക്കരുത്. എത്ര അകലെയാണെങ്കിലും വന്ന് അറ്റൻഡ് ചെയ്യുക. ഒരു തരത്തിലും വരാൻ കഴിയാത്തവർ ഇന്നത്തെ നമ്മുടെ ലൈവ് ടെലികാസ്റ്റോ വെബ്കാസ്റ്റോ ഭവനങ്ങളിലിരുന്നോ എവിടെയാണോ അവിടെ കാണുക. മറ്റ് ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ എത്താൻ കഴിയുന്നവർ എത്തിച്ചേരണം. ഇന്ന് ബ്ലെസ്സിങ് സെൻറ്ററിൽ ഗുഡ് ഫ്രൈഡേ സർവീസിന് വരുന്നവർക്ക് ആശിഷമാരി എന്ന പുസ്തകം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള കോപ്പികൾ നിരവധിയായി യേശു കർത്താവിൻ്റെ സന്ദേശങ്ങൾ ഒക്കെയും ലഭിക്കുവാനുള്ള അവസരമുണ്ട്. ഒരുമിച്ച് കാണാനും നിങ്ങളുടെ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായി പ്രസ്താവിക്കാനും ഒക്കെ ഇന്ന് അവസരമുണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ ഗുഡ് ഫ്രൈഡേ സ്പെഷ്യൽ എപ്പിസോഡ് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് തൊട്ടനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. കർത്താവെ, ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ പരിപൂർണ വിടുതലും സ്വാതന്ത്ര്യവും സൗഖ്യവും ഇന്ന് ജനങ്ങൾക്ക് ലഭിക്കട്ടെ. പ്രത്യേകിച്ച് സൊറായസിസ്, ആ ത്വക്ക് രോഗം, വൃത്തികെട്ട ത്വക്ക് രോഗം ബാധിച്ച വ്യക്തികളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കും. യേശു കർത്താവിൻ്റെ ആ സ്കിൻ, ത്വക്ക് മുഴുവൻ അവിടെ ഇവിടെ എല്ലാം പൊളിഞ്ഞു പോയത് നിൻ്റെ രോഗസൗഖ്യത്തിനാണെന്ന് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ കൈമാറ്റം ഉണ്ടാകട്ടെ. നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ടെന്നീസ് എൽബോ എന്ന് പറയുന്ന രോഗം സൗഖ്യമാകട്ടെ. കൈകാലുകൾ, ജോയിൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഉണങ്ങാത്ത മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങട്ടെ. കരളിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കിഡ്നിയിലുള്ള രോഗങ്ങൾ, കല്ല്, അതുപോലെ ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസം സൗഖ്യമാകട്ടെ. തലച്ചോറ് സൗഖ്യമാകട്ടെ. ഹാർട്ട് സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും മാറിപ്പോകട്ടെ.
പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഹെർണിയ, ഫിസ്റ്റുല, ഫിഷർ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. പേര് അറിയപ്പെട്ടിട്ടുള്ളതും അറിയപ്പെടാത്തതുമായ, ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ചെയ്യപ്പെടാത്തതുമായ സകല രോഗങ്ങളും ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. മരണത്തിൻ്റെ ആത്മാവ്, ആത്മഹത്യയുടെ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ക്രൂശിലൂടെ ആ കൈമാറ്റം നടക്കട്ടെ. മരണത്തിന് പകരം ജീവൻ വ്യാപരിക്കട്ടെ. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഉണ്ടാകട്ടെ. റിജക്ഷൻ, തിരസ്കരണങ്ങൾ മാറിപ്പോകട്ടെ. ദൈവികമായ സ്വീകാര്യത ഇപ്പോൾ അനുഭവിക്കട്ടെ. എനിക്കാരുമില്ല എന്നുള്ള ചിന്ത മാറിപ്പോകട്ടെ. മറിച്ച് ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തകൾ അവിടെ വന്ന് സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ, പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഗുഡ് ഫ്രൈഡേ ദിവസം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ ഞായറാഴ്ച പ്രത്യേകിച്ചുള്ള ഈസ്റ്റർ സർവീസ് ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് ഈസ്റ്റർ സർവീസിൽ അറ്റൻഡ് ചെയ്യുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. അതല്ലെങ്കിൽ തന്നെ അടുത്ത തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിലൂടെ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. Once again, welcome back to Bible and New. ഇന്നത്തെ ചോദ്യം ഇതാണ്: അന്ധനായ ബർത്തിമായി എവിടെ വെച്ചാണ് സൗഖ്യം പ്രാപിച്ചത്? Where was blind Bartimaeus healed? Options: A. Nazareth, B. Jericho, C. Bethphage, D. Capernaum. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്.